സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളെടുക്കാൻ പോകുന്നത് നമ്മൾ 5 റുപ്പീസിൻ്റെ കോയിൻ കൊണ്ട് ഒരു ബാറ്ററിയാണ്. സോ വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ വീട്ടിലോട്ട് പോകാം. സോ ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തത് 5 റുപ്പീസിൻ്റെ 6 കോയിൻസാണ്. 6 കോയിൻസ് വേണം. 6 കോയിൻസ് ഉണ്ടായാലേ കുറച്ചെങ്കിലും ഉണ്ടാവും, ഗോൾഡ് കുറച്ചെങ്കിലും ഉണ്ടാവും. സോ 6 കോയിൻസ് ഞാൻ എടുത്ത്. പിന്നെ ഞാൻ എടുത്തൊരു കാർഡ്ബോർഡ്, നമ്മൾ സാധാ കാർഡ്ബോർഡ് മതി. ആ കാർഡ്ബോർഡിൻ്റെ പെയിൻ്റ് അടിച്ചതാവരുത്, ഇത് അങ്ങനത്തെ പ്ലെയിൻ തന്നെ ആവണം കാർഡ്ബോർഡ്. പിന്നെ നമ്മളെ കോയിന് അവിടെ മാർക്ക് ചെയ്യണം. നമ്മളെ പെന്നിനോട് മാർക്ക് ചെയ്തിട്ട് നമ്മളെ 6 കോയിൻസിനും 6 എണ്ണം ഉണ്ടാക്കണം. കാർഡ്ബോർഡിൻ്റെ സർക്കിൾ 6 എണ്ണം ഉണ്ടാക്കണം. ഇനി ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ 6 എണ്ണം ഉണ്ടാക്കണം. ആ 6 കോയിൻസിനും 6 എണ്ണം ഉണ്ടാക്കണം. പിന്നെ എടുക്കുന്ന അലൂമിനിയം ഫോയിലാണ്. ഈ അലൂമിനിയം ഫോയിലിൽ നിന്ന് നമ്മളെ കോയിന് വേണ്ടിയിട്ടുള്ള 6 പീസ് സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. ഇതിനും 6 സർക്കിൾ കട്ട് ചെയ്തെടുക്കണം അലൂമിനിയം ഫോയിലിൻ്റെ. പിന്നെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് 6 ഫോയിൽ, അങ്ങനെ 6 ഫോയിൽ മതി. പിന്നെ ഇനി ഞാനൊരു ബൗളെടുത്തിട്ട് അതിൽ കുറച്ച് വിനീഗർ ഒഴിച്ചു, എന്നിട്ട് അതിൽ നമ്മളെ കാർഡ്ബോർഡ് നമ്മൾ സർക്കിളായി കട്ട് ചെയ്തത് അതിലിട്ടിട്ട് ഒന്ന് നനയ്ക്കണം. നല്ലോണം തന്നെ ആക്കണം, ഞാൻ ആക്കണത് തന്നെ. പിന്നെ കുറച്ച് നേരം ഇട്ടാലും മതി, ഓരോ നേരം ഇടണ്ട. പിന്നെ അത് ആയി കഴിഞ്ഞിട്ട് നമ്മളെടുത്തിട്ട് അതിൽ കുറേ ഉള്ള വിനീഗർ കുറച്ചൊന്ന് അമർത്തി പോക്കിക്കണം. പിന്നെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോയിന് ചളി ഉണ്ടെങ്കിൽ ഒന്ന് വിനീഗറിലിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തോളണം. ചളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണ്ട. പിന്നെ അങ്ങനെ തന്നെ എല്ലാം എടുത്ത് ചെയ്യണം. കുറച്ച് വിനീഗർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോക്കിയിട്ട് എല്ലാം എടുക്കണം. പിന്നെ ഞാൻ നമ്മൾ 6 കോയിൻസ് എടുത്ത് ഫസ്റ്റ് തന്നെ ഞാനൊരു കോയിൻ വെച്ച്, പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കാർഡ്ബോർഡ് വെച്ച്, നമ്മൾ വിനീഗറിൽ ഇതാക്കിയ കാർഡ്ബോർഡ് വെച്ച്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ച്, അങ്ങനെ തന്നെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഫോളോ ചെയ്യണം. പിന്നെ ഞാനൊരു കോയിൻ വെച്ച്, പിന്നെ കാർഡ്ബോർഡ് വെക്കണം. കാർഡ്ബോർഡ് വെച്ച് ഇനി അലൂമിനിയം ഫോയിൽ വെക്കണം. ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ച് ഇനി പിന്നെ നമ്മളെ കോയിൻ വെക്കണം. ഇനി കാർഡ്ബോർഡ് പിന്നെ നമ്മൾ അലൂമിനിയം ഫോയിലും വെക്കണം. പിന്നെ നമ്മളെ കോയിൻ വെക്കണം. അലൂമിനിയം ഫോയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മളെ കാർഡ്ബോർഡ് വെക്കണം. കാർഡ്ബോർഡ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അലൂമിനിയം ഫോയിലും വെക്കണം. പിന്നെ നമ്മളെ കോയിൻ വെക്കുക, അതിൻ്റെ മുകളിൽ ഒരു കാർഡ്ബോർഡ് പിന്നെയും വെക്കുക. പിന്നെ അലൂമിനിയം ഫോയിലും വെക്കുക. പിന്നെ ലാസ്റ്റുള്ള കോയിൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് പിന്നെ അലൂമിനിയം ഫോയിൽ വെക്കണം. ലാസ്റ്റത്തേൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാർഡ്ബോർഡ് വെച്ചിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചാളണം. സോ ഞാൻ വോൾട്ടേജ് മെഷർ ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ മുകളിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടാവണം, താഴത്ത് നമ്മളെ കോയിൻ ഉണ്ടാവണം. അങ്ങനെ കേട്ടോ ഞാൻ പറഞ്ഞാൽ തന്നെ. ഇനി താഴത്തെ നമ്മളെ കോയിനാണ് പ്ലസ്, മുകളിലത്തെ അലൂമിനിയാണ് മൈനസ്. 2.5 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കോയിൻസ് കൂട്ടുകയാണെങ്കിൽ, കോയിൻസും അലൂമിനിയം ഫോയിലൊക്കെ ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ വോൾട്ട് കൂടും. ഞാൻ ഇതിനോട് ഒരു LED കത്തിച്ച് കാണിച്ചിട്ട് നമ്മളൊരു ബ്ലൂ LED കത്തിക്കുന്നുണ്ട്. നല്ലോണം തന്നെ കത്തുന്നുണ്ട്.
അങ്ങനെ കത്തും. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ചാനലിൽ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.